ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് യൂണിവേഴ്സ് നൽകുന്നത്. ചില മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് അത് കൈവിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഏതൊരു മേഖലയിലാണ് നിങ്ങൾക്ക് വീണ്ടും അവിടെ ഒരു അവസരം കിട്ടുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഒരു പുരോഗമനം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വീണ്ടും ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കുന്നത്. എന്നത്തെയും പോലെ 3 ഗ്രൂപ്പാണുള്ളത്. 3 ഗ്രൂപ്പിന്റെയും ചാംസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ കറന്റ് എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് മേഖലയിലാണ് യൂണിവേഴ്സ് ഒരു രണ്ടാമതൊരു അവസരം, വീണ്ടും ഒരു അവസരം നൽകുന്നത് എന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ട കളക്റ്റീവിന്റെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലാണ് യൂണിവേഴ്സ് വീണ്ടും ഒരു അവസരം നൽകുന്നത്? ഓക്കെ, ഞാൻ കേട്ടത് ഇമീഡിയറ്റ്ലി സെൽഫ് ഹീൽ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹീലിംഗ് നടക്കേണ്ടതുണ്ട്. ഓക്കെ, ആ ഹീലിംഗ് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. അത് പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്, ചില എന്താ പറയണ്ടേ പുരോഗതികളുണ്ട്. അതെല്ലാം ഇപ്പോൾ ഡിലേ ആയിട്ടിരിക്കുകയാണ്. ആ ഒരു ഹീലിംഗിനൊരു സമയം നിങ്ങൾക്ക് തന്നിരുന്നു, ഒരു സോളിറ്റ്യൂഡ് ടൈം. നിങ്ങളത് കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളായിട്ട് എന്താ പറയണ്ടേ റിലീസ് ചെയ്യേണ്ട ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങളായിട്ട് അവസാനിപ്പിക്കേണ്ട ചില അധ്യായങ്ങളുണ്ട്, ചില പാറ്റേൺ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അത് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സ് വീണ്ടും നിങ്ങൾക്കൊരു അവസരം തരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് പൂർണ്ണമായും മാറുന്നതിന് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അവസരം തരികയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ്, ആ ഒരു കാര്യത്തിലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യണേ, രണ്ടാമതൊരു അവസരം. അതായത് നിങ്ങൾക്ക് പൂർണ്ണമായി ഹീലിംഗ് വരാനും അതുപോലെ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് പൂർണ്ണമായി മാറുന്നതിനും വേണ്ടിയുള്ള ഒരു സമയം അത് യൂണിവേഴ്സ് വീണ്ടും തരുന്നുണ്ട്. സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സമയം. നിങ്ങൾ ഹൈലി ഒരു സൈക്കിക് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റീസിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നതിന്, കൂടുതൽ ടാപ്പ് ഇൻ ചെയ്യുക. ഓക്കെ, ആ ഒരു സൈക്കിക് എബിലിറ്റീസ് കൃത്യമായി മനസ്സിലാക്കി അത് നിങ്ങളുടെയും മറ്റുള്ളവരെയും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതിനും വേണ്ടിയും, അപ്പോൾ അതിലേക്ക് കൂടുതൽ കണക്ട് ആവാൻ സമയം വേണം. അപ്പോൾ ഒരു സോളിറ്റ്യൂഡ് ടൈമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. ആ അത്തരത്തിലൊരു സമയമാണ്, അത്തരത്തിലൊരു കാര്യമാണ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നത്. ആ അവസരം വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് മാറാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹീലിംഗ്, ഏതൊക്കെ മേഖലയിലാണ് ഹീലിംഗ് വേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഹീലിംഗിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസിലേക്ക് കണക്ട് ചെയ്യുക, സ്പിരിച്വാലിറ്റി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ ഏഞ്ചൽസ് സ്പിരിറ്റ് ഗൈഡ്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളിൽ വേണം നിങ്ങൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആകാൻ. അവിടെ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് പാടില്ല എന്ന് കാണുന്നു. ചിലപ്പോൾ ഇതിന് മുൻപ് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നുണ്ടാകും. ഓക്കെ, ആ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ, യെസ്, നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിലൂടെ ആയിരിക്കും ഈ ഒരു സോളിറ്റ്യൂഡ് ഒരു ടൈം നിങ്ങൾക്ക്, അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് ഫേസ് യൂണിവേഴ്സ് കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങൾ കൂടുതലുമായിട്ട് ആ ഒരു വേദനിച്ച ആ ഒരു സന്ദർഭത്തിനെ കുറിച്ചും ചിന്തിച്ചും അതിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയായിരുന്നത്. ഓക്കെ, അതിൽ നിന്നൊരു മാറ്റം കിട്ടുന്നതിന്, അതിലൊരു നീതി ന്യായം നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. നിങ്ങളുടെ ഹീലിംഗിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് അത് വളർത്തിയെടുക്കുന്നതിലോ ഒന്നുമല്ല നിങ്ങൾ ഫോക്കസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിലൊരു അവസരം ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരം ഇനി വരുമ്പോൾ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ അതിനെ കൃത്യമായി ആ സമയം ഉപയോഗിക്കുക. കാരണം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന എല്ലാ നല്ല സമയത്തിനും നിങ്ങളുടെ ഒരു ഹീലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സൈക്കിക് ഗിഫ്റ്റ്സ് നിങ്ങളുടെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഒരു സ്ട്രെങ്ത് നേടിയെടുക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് ആയിരിക്കേണ്ടതും എല്ലാം
ഇനി വരുന്ന നിങ്ങളുടെ അധ്യായത്തിൽ, ജീവിതത്തിൽ ഇനി വരുന്ന അധ്യായത്തിൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇനി വരുന്ന അധ്യായത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ എല്ലാ തരത്തിലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതിനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുക. ഓക്കെ, അതിനെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വെച്ചിരിക്കാനോ അല്ല നിങ്ങൾ ആ സമയം ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു സമയം കിട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ചാൻസിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളുടെ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെക്കൻഡ് ചാൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സെൽഫ് ഹീലിംഗിന് വേണ്ടിയിട്ടും അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റിലേക്ക് കൂടുതൽ ടാപ്പ് ഇൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർക്ക് രണ്ടാമതൊരു അവസരം കിട്ടുന്നത് ഗ്രൂപ്പ് 1-ന്. ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു രണ്ടാമത് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നും കൂടെ. ഓക്കെ, ഓക്കെ, അപ്പൊ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് പറയണത്. ഈ ഒരു സെൽഫ് ഹീലിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറയുന്നു. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഫുള്ളി സറണ്ടർ ആയിക്കൊണ്ട് പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജി ഉണ്ട്, പക്ഷെ അതിലേക്ക് നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ഉപയോഗിക്കുന്നതിന് ഓക്കെ നിങ്ങളിൽ ആദ്യം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ആകേണ്ട ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പൊ അത് സാധിക്കാത്തത് ഹീലിംഗ് സംഭവിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു സെൽഫ് ഹീലിംഗ് നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായി സറണ്ടർ ചെയ്യാൻ സാധിക്കുക. പിന്നെ അതുപോലെ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്താ പറയുക വിശ്വസിച്ചുകൊണ്ട് പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതും നടക്കണമെങ്കിൽ ഈ സെൽഫ് ഹീലിംഗ് വേണം. ഇത് രണ്ട് സംഭവിച്ചാലാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നതും പ്രൊവൈഡഡ് നിങ്ങളത് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത, മറ്റൊരാൾക്ക് അതുകൊണ്ട് ഒരു ദോഷമില്ലാന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനത്തെ എന്തൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി നിങ്ങളുടെ 3D റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളതാണ്. അത് പൂർണ്ണമായി നിങ്ങൾക്ക് വിജയകരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ സെൽഫ് ഹീലിംഗ് കൂടിയേ തീരും. ഓക്കെ, പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തിക ഭദ്രത, ഓക്കെ സാമ്പത്തിക സമൃദ്ധി, അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ടെന്ന് കാണുന്നു, കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ടെന്ന് കാണുന്നു. അതിന് പറ്റിയ വളരെ മികച്ചൊരു അവസരത്തിന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതിനും പിന്നെ നിങ്ങൾക്ക് പല സമയങ്ങളിലും ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നുണ്ട്. അതായത് ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണ്ടുന്ന ചോദ്യത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയി പോകുക, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ ആകെ എന്താ പറയാ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ എത്ര അനലൈസ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാനും ആ ക്ലാരിറ്റിയോടുകൂടെ എപ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ, ഏറ്റവും ബെസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതിനും എല്ലാം ഈ സെൽഫ് ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ വിജയം, ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ഹീലിംഗ് കൂടിയേ തീരൂ. അത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായും മാറി പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കടക്കുന്നതിനും ഓക്കെ കൂടുതൽ സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങളും ഒരുപാട് അംഗീകാരങ്ങളും ലഭിക്കുന്ന അങ്ങനെ വളരെ നല്ലൊരു സമയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനങ്ങൾ അനുഭവിക്കുന്ന അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിലും ഈ പറഞ്ഞ സെൽഫ് ഹീലിംഗ് കൂടിയേ തീരും.
അതുണ്ടെങ്കിൽ തന്നെയാണ് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന് കാലതാമസം നിങ്ങൾ നേരിടും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്താലും ഒന്നും നടക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാകുക. മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹീലിംഗ് നടന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യുമ്പോഴാണ് കുറെ അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത എനർജീസ് നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ആവശ്യമില്ലാത്ത കുറെ എനർജീസ് ഉണ്ട്, അതെല്ലാം നിങ്ങളെ വിട്ടു പോവുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഹീലിംഗ് നടക്കാതെ, നിങ്ങളുടെ ഹീലിംഗ് നടക്കാതെ, നിങ്ങൾ സ്പിരിച്വലി അപ്ഗ്രേഡഡ് ആകാതെ, നിങ്ങൾ അതിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാത്തടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. അത് ഏതൊരു മേഖലയിലാണെങ്കിലും. നിങ്ങൾക്ക് ഏതൊരു മേഖലയിൽ നിങ്ങൾ തീവ്രമായിട്ടൊരു കാര്യം നടക്കണം എന്ന് ആഗ്രഹിക്കണോ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നോ, നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അലൈൻഡ് അല്ല. നിങ്ങൾ അലൈൻഡ് അല്ല. ഓക്കെ, നടക്കാൻ സാധ്യതയൊക്കെ ഉണ്ടാവും, വളരെ അനുകൂലമായ സമയമായിരിക്കും, എന്നിട്ടും നടക്കില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലൈൻഡ് അല്ല, നിങ്ങളുടെ ഹീലിംഗ് നടന്നിട്ടില്ല. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട്, അതിലെ അങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അപ്ഗ്രേഡ് നടന്നിട്ടില്ല. നിങ്ങൾ എന്താ പറയാ, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അതെല്ലാം ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് വരാനിരിക്കുന്നത്. ഇനി വരുന്ന ഇന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പൂർണ്ണമായി നിങ്ങൾ ആകണമെങ്കിൽ ഈ സെൽഫ് ഹീലിംഗ് കൂടിയേ തീരുള്ളൂ. അപ്പൊ അതിനാണ് ഈ ഒരു അവസരം വീണ്ടും യൂണിവേഴ്സ് തരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. എന്തെങ്കിലും അഡ്വൈസ് യൂണിവേഴ്സിന് പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് 1 നൽകാനുണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യാൻ പറയുന്നു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, അതിലൊരു ഡിലേ വരാൻ പാടില്ല, മടി വരാൻ പാടില്ല. അതിൽ ഫുള്ളി ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്താ പറയണ്ടേ, സ്പിരിച്വലി കൂടുതൽ നിങ്ങൾ ഒരു അപ്ഗ്രേഡ് ആകുന്നതിന്, അപ്പ് ലെവൽ ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്, മടി കൂടാതെ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്നാണ് കാണാനായിട്ട് ഉള്ളത്. പിന്നെ റിലീസിങ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹീലിംഗ് നടക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് വളരെ നാച്ചുറൽ ആയിട്ട് പറ്റുള്ളൂ. ആ ഹീലിംഗ് നടക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്തൊരു കാര്യം ഭാവിയിൽ നടക്കാൻ പോണതിനെ കുറിച്ച് നിങ്ങൾ ആൻഷ്യസ് ആവുക, നിങ്ങൾക്ക് വളരെയധികം പേടി, ടെൻഷൻ. ഓക്കെ, എന്തെങ്കിലും ഇത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണെങ്കിൽ പറയും വേണ്ട, ഏറ്റവും വേസ്റ്റ് ആണ് പിന്നെ നിങ്ങൾ ചിന്തിക്കുക, അതാണ് നിങ്ങൾ ഭാവന ചെയ്യുക. അപ്പൊ അതിനായിട്ട് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് അറിയില്ല നല്ലതാണോ പൊട്ടയാണോ സംഭവിക്കാൻ പോണെന്ന്, പക്ഷെ അപ്പോഴേക്കും മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അത് പൊട്ടയാണ് സംഭവിക്കുന്നത്, എന്തായാലും മോശമായിട്ടായിരിക്കും, നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കില്ല. അങ്ങനെ ഓൾറെഡി ആ ഒരു ചിന്ത വന്നു, മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. അതങ്ങനെ വരുന്നത് ഈ ഹീലിംഗ് നടക്കാത്തതിൻ്റെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണേ, ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യണമെങ്കിൽ, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗമനങ്ങളില്, വളർച്ചകളില്, ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളില് നിങ്ങളുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് ചെല്ലണമെങ്കിൽ ഈ ഹീലിംഗ് നടന്നേ തീരൂ. അത് അത്യാവശ്യമാണ്. പിന്നെ ഈ ഒരു ഹീലിംഗ് നടക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ കുറേ എനർജി, അനാവശ്യമായിട്ടുള്ള കുറെ എനർജി നിങ്ങൾ താങ്ങി നടക്കുകയാണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾക്കൊരു ബേർഡൻ ആണ്, നിങ്ങൾക്കൊരു അനാവശ്യമായ ഒരു ഭാരമാണ്. പക്ഷെ ആ ഭാരവും പേറിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങളത് താഴെ വെക്കുന്നില്ല. താഴെ വെക്കാൻ അവസരം എത്രയോ യൂണിവേഴ്സ് തരുന്നു, പക്ഷെ നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. നിങ്ങളോട് അതാ പറയണേ, അത് താഴെ വെക്കുക. അതൊന്നും നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്ന അടുത്ത ഘട്ടത്തിലേക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും കൊണ്ടുപോകാനും പാടില്ല. അപ്പൊ അത് അങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾ അതിൽ നിന്നൊക്കെ റിലീസ് ആയാലാണ്, ഇപ്പൊ നിങ്ങളുടെ ഈ തോളത്തുള്ള ഈ ബേർഡൻസിൽ നിന്നൊക്കെ നിങ്ങൾ റിലീസ് ആയാലാണ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല അടുത്ത ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹീലിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി, ഈ ഒരു സമയം നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ, ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത്, എന്ത് നടന്നാലാണ് നിങ്ങൾ ശരിക്കും സന്തോഷിക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുക, അങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുക ഈ ഒരു ഹീലിംഗ് നടക്കുമ്പോഴാണ്, ഈ ഒരു സോളിറ്റ്യൂഡ് ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴാണ്.
അപ്പൊ അതിന് നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്കിനി നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ കാർഡ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇത്രയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ സീസൺ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. മൺസൂൺ സീസണിൽ വരുന്ന മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. മാർച്ച് മാസം നിങ്ങളുടെ ജനനമാസം ആയിരിക്കാം. പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു വീക്ക് ഡേ ആയിരിക്കാം നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവുക. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്ലൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉള്ള ക്ലൂസ് ഏതെങ്കിലും ഒന്ന് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങളുടെ തന്നെയാണ്, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അക്വേറിയസ് അല്ലെങ്കിൽ ടോറസ് പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് ആയിട്ട് നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ ഉണ്ടാകാം. പിന്നെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് വരുന്നത് 5th 8th 16th 20th 23rd 26th ആണ്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. പിന്നെ ഇനീഷ്യൽസ് എന്ന് പറയുന്നത് YAP ഇതിലേതെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത്രയുമാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ്, എവിടെയാണ് നിങ്ങൾക്ക് വീണ്ടും ഒരവസരം യൂണിവേഴ്സ് നൽകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് യൂണിവേഴ്സ് വീണ്ടും ഒരു അവസരം നൽകുന്നത്? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലാണ് അവർക്ക് വീണ്ടും ഒരവസരം നൽകുന്നത്? ഓക്കെ, ഒരു സർപ്രൈസിങ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഒരു ഹിന്റ് പോലെ തരുന്നത്, നിങ്ങൾ ഏത് മേഖലയിലാണോ അന്യായം അനുഭവിച്ചത്, നിങ്ങളെ ഒരു ജീവിതത്തിലെ ഒരു മേഖലയിൽ ഒരു അനീതി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സംഭവിച്ചത് അനീതിയാണ്, ഒരു ചതി, അങ്ങനത്തെ ഒരു എനർജി കിട്ടണേ. ഓക്കെ, അതായത് നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചതി, ഒരു അന്യായം സംഭവിച്ചിട്ടുണ്ട്, അനീതി സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ സത്യാവസ്ഥ മുഴുവൻ ഇപ്പോഴും നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നും കൂടെ നമുക്ക് കാണുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൂണാർ ഫേസ് ഉണ്ടല്ലോ, അതായത് പൗർണമിയോ അമാവാസ്യോ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു, ചിലപ്പോൾ ചന്ദ്രഗ്രഹണമായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു ലൂണാർ ഫേസിൽ ആ സത്യം മുഴുവൻ പുറത്തേക്ക് വരുന്നതായിട്ടും നമുക്ക് അങ്ങനെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഈ അൺനോൺ കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡെക്കിലെ എക്സ്ട്രാ കാർഡാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വേഗ്നെസ്. ഓക്കെ, ഇത് എങ്ങനെ ഈ ഒരു രണ്ടാമതൊരു അവസരം വരുന്നു, ഏത് രീതിയിൽ, അതിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽസ് യൂണിവേഴ്സ് ഇപ്പൊ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത്ര അറിയാൻ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു മേഖലയിൽ പെർട്ടിക്കുലർലി നിങ്ങൾക്ക് അനീതി സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുക, നിങ്ങൾ പരിശ്രമിച്ചിട്ടും ഫലം കിട്ടാതിരിക്കുക, അത് മറ്റുള്ളവരെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്. ഓക്കെ, ആ ഒരു മേഖലയിലാണ് നിങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് നീതി നടപ്പാക്കി തരികയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ അവിടെ ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ അനീതിയും ഒക്കെ സംഭവിച്ച ആ ഒരു അവസരം, അല്ലെങ്കിൽ ആ ഒരു ഘട്ടം അവസാനിച്ച് പുതിയൊരു ഘട്ടം, നിങ്ങൾക്ക് സന്തോഷം തരുന്ന
സംതൃപ്തി തരുന്ന പുതിയൊരു ഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല, പക്ഷെ അത് നിങ്ങൾക്കുള്ള വീണ്ടും ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിലല്ല എന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല. അത് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന നീതിയാണ്, നിങ്ങൾക്ക് നീതി നടപ്പാക്കുകയാണ്. അപ്പൊ അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ മാനിക്കാത്തതിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറഞ്ഞ ധൈര്യസമേതം, നിങ്ങൾക്കൊരു ധൈര്യക്കുറവാണ് അവിടെ കാണുന്നത്. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് പറ്റുമോ, ഇത് ശരിയാവോ, അങ്ങനത്തെ ഒക്കെ കുറെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. ശരിയാകും. ഓക്കെ, ധൈര്യസമേതം ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരം വരുമ്പോൾ, ആ ഒരു പുതിയ തുടക്കം വരുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ച് പോവുക. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല, പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് എനർജി ഉണ്ട്, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് സംഭവിക്കട്ടെ. ഓക്കെ, ഒരു സർപ്രൈസ് ആ ഒരു ഇതാ കിട്ടുന്നത്. അപ്പോൾ ഈ ഇതെങ്ങനെ വരും, എപ്പോൾ സംഭവിക്കുന്നൊന്നും യൂണിവേഴ്സ് പറയുന്നില്ല. പക്ഷെ ഈ ഒരു അവസരം അത് ആ മേഖലയിൽ തന്നെയാണ്. നിങ്ങൾക്ക് എവിടെ അന്യായം നിങ്ങൾ സംഭവിച്ചോ അല്ലെങ്കിൽ അനീതി അനുഭവിച്ചോ അതേ മേഖലയിലാണ് പുതിയൊരു അവസരം വരുന്നത്, പുതിയ തുടക്കം വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് നിങ്ങൾക്കുള്ള നീതിയാണ്, നീതി നടപ്പാക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ സ്വീകരിക്കണം. ഓക്കെ, ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് നോക്കാം. നിങ്ങളോട് പ്രത്യേകം പറയുന്നു, അതായത് നിങ്ങൾക്ക് ഈ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയണ്ടേ, ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ചില സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ കാരണം ഈ പറയുന്ന അന്യായം നിങ്ങൾ അനുഭവിച്ചതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ കുറവുകളുണ്ട്, ആ തോന്നലുകളെ നിങ്ങൾ റിലീസ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങളെ തന്നെ ആ വക ചിന്തകളിൽ നിന്ന് സ്വതന്ത്രരാക്കണം എന്നാണ് യൂണിവേഴ്സ് പറയണത്. പിന്നെ ധൈര്യം. ഓക്കെ, ആ ധൈര്യത്തിന്റെ എലമെന്റ് വീണ്ടും പറയുന്നുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ആ ഒരു അവസരം കിട്ടുമ്പോൾ പിന്നെ എങ്ങനെയാവും, എന്താവും, ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ, അങ്ങനെയൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് നീതി നടപ്പാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു അവസരം, ആ ഒരു പുതിയ തുടക്കത്തിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക. ധൈര്യസമേതം മുന്നോട്ട് പോകുക. ഓക്കെ, അതെങ്ങനെയാ, നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ധൈര്യവും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കണ്ടോ, എംപറർ കാർഡാണ് വരുന്നത്. അവിടെ നിങ്ങളാണ് കൺട്രോൾ എടുക്കേണ്ടതെന്ന്. അതായത് ആ ഒരു അവസരം വരുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളൊന്നും ചെയ്യാതിരുന്നാലും നിങ്ങളിലേക്ക് അത് വരും എന്ന് വിചാരിക്കരുത്. യൂണിവേഴ്സ് അവിടെ ഒരു അവസരം തരിക. ദാ നിങ്ങൾക്ക് ശരിയാണ്, ഒരു അനീതി സംഭവിച്ചു, ഞാനിവിടെ നിങ്ങൾക്ക് നീതി നടപ്പാക്കുകയാണ് ഈ ഒരു പുതിയ അവസരം തന്നിട്ട്. അപ്പൊ ആ അവസരം നമ്മൾ സ്വീകരിക്കുക, അതുമായി മുന്നോട്ട് പോകുക. അപ്പൊ അതിൽ എങ്ങനെ ആയിരിക്കണമോ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. അത് നമ്മുടെ കയ്യിലാണ്. ഓക്കെ, ഇതൊന്നും എനിക്ക് പറ്റുമെന്നറിയില്ല, അത് നടക്കണമെങ്കിൽ നടക്കട്ടെ, അങ്ങനെ വിചാരിച്ചിരുന്നാൽ ഞാൻ നടക്കില്ല. ഓക്കെ, നിങ്ങളാണ് ഇവിടെ ആക്ഷൻ എടുക്കേണ്ടത്. നിങ്ങളാണ് ഇവിടെ എന്താ പറയുക, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഒരു ഇനീഷ്യേഷൻ കാണുന്നത്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചിന്തിക്കണം, ഏത് രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. അതനുസരിച്ചിട്ടാണ് ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് കൂടുതൽ നല്ലതാകുന്നതും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നതും. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങളോട് ലിസൺ ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഇൻറ്റ്യൂഷൻ ലിസൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം, ഇതാണ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു അവസരം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു അവസരം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻറ്റ്യൂഷൻ കേൾക്കുമ്പോൾ തന്നെ, നിങ്ങൾക്ക് അത് മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ ഈ അവസരം സ്വീകരിച്ച് മുന്നോട്ട് പോവാണ്. മനസ്സിലായില്ലേ? ആ ഒരു ഇതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. കാരണം ഇതെനിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഇത് എൻ്റെ കംഫർട്ട് സോൺ പുറത്താണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പുതിയ അവസരത്തിന് അല്ലെങ്കിൽ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് അറിയാം അത് തയ്യാറാണ്, അപ്പോൾ ഞാനിത് സ്വീകരിക്കേണ്ടതാണ്, അപ്പോൾ സ്വീകരിക്കാം. പിന്നെ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തി അത് ഉപയോഗിക്കാതിരിക്കാനോ അതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെ പിന്നെ ഭാവിയിൽ ഖേദിക്കും. ഓക്കെ, അങ്ങനെ പരമാവധി ചെയ്യാതിരിക്കാനാണ് പറയുന്നത്. ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുക. ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക. നിങ്ങളത് അതുപോലെ സ്ട്രെസ്ഡ് ആകരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ വളരെയധികം സ്ട്രെസ്ഡ് ആകാനും ചിലപ്പോൾ ചുറ്റുള്ളവർ നിങ്ങളോട് തന്നെ പറയും, ഇത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് നല്ലതാണ്, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച പോലെയല്ല വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല വന്നത് എന്നൊരൊറ്റ കാരണം കൂടി ചിലപ്പോൾ നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാനും ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ധൈര്യക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് സ്ട്രെസ്ഡ് ആകുക, ഫ്രസ്ട്രേറ്റഡ് ആകുക, അപ്പോൾ പെട്ടെന്ന് ട്രിഗേർഡ് ആകുന്ന ഒരു എനർജിയിലേക്ക് മാറുക. ഓക്കെ, തൊട്ട ദേഷ്യം വരുന്ന പോലെ അങ്ങനെയൊക്കെ ആകുക, ഒരു റെസ്റ്റ്ലെസ് എനർജി, അതൊന്നും പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ വളരെ എന്താ പറയേണ്ട, സമാധാനത്തോടെ വേണം ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ.
നിങ്ങൾക്ക് ഒരുപാട് പേടിയാണ് ഉള്ളില്. ഓക്കെ, ഇത് ഞാൻ സ്വീകരിച്ച് മുന്നോട്ട് പോയി വിചാരിച്ച പോലെ ഒരു വിജയം കൈവരിക്കാൻ, അല്ലെങ്കിൽ വിചാരിച്ച പോലെ ഒരു ഉയർച്ച, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം ജീവിതത്തിൽ വന്നില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയം. ഓക്കെ, ആ ഭയമാണ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. ആ ഭയത്തിനെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. വളരെ ക്ഷമയോടെ വേണം നിങ്ങൾ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ. വളരെ ക്ഷമയോടെ സമയമെടുത്ത്, അതായത് ഒരു സംയമനം പാലിക്കാന്ന് പറയില്ലേ, അതാണ്. നിങ്ങൾ അവിടെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുക അല്ല. നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന്റെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, യൂണിവേഴ്സ് കൃത്യമായി നിങ്ങൾക്ക് ചുറ്റിലും സൈൻ കാണിച്ചു തരും ആ ഒരു അവസരം വരുമ്പോൾ. അപ്പൊ അതിനെ സ്വീകരിക്കുക, സമാധാനത്തോടെ മുന്നോട്ട് പോവുക. ഓക്കെ, ധൃതി വെച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെയല്ല ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. നിങ്ങൾ ഇതിനായിട്ട് ഒരുപാട് കാത്തിരുന്നതാണെന്നും കൂടെ പറയുന്നു. ആ കാത്തിരുന്നൊരു കാര്യമാണ് വരുന്നത്. അപ്പൊ അതിനെ വരുന്ന പോലെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാകണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാവുന്നത്. ഞാൻ 555 എന്ന നമ്പറാണ് ഇപ്പൊ ഞാൻ കണ്ടത്. അതായത് കാര്യമായൊരു മാറ്റം, ഒരു ഉയർച്ച ഇതിലൂടെ വരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല, ആ ഒരു അവസരം നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക, അത് വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയുന്നുണ്ടാവും ഇത് എന്താ പറയാ, ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, ഇത് എനിക്ക് നല്ലതാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടാവും. ആ ചിന്തേനെയാണ് വിശ്വസിക്കേണ്ടത്, ആ ഇൻറ്റ്യൂഷനെയാണ് വിശ്വസിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളെ അല്ല. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ കബളിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് 7 of Swords ആണ് അണ്ടർലൈൻ എനർജി. നിങ്ങൾ ഈ ഒരു അവസരം വരുമ്പോൾ ഒരുപാട് ചിന്തിച്ചുകൂടെ, ഇതിനെ കൊണ്ട് ഇത് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ കോംപ്ലിക്കേഷൻ ഉണ്ട്, ഈ കോംപ്ലിക്കേഷൻ ഉണ്ട്, അത് ശരിയാവില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടതായതുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ എക്സ്ക്യൂസസ് ആണ് ആ ഒരു സബ് കോൺഷ്യസിൽ നിന്ന് പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അത് കേൾക്കാൻ പാടില്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കുക. കാരണം ഇതിൽ ചിലപ്പോൾ ഒരു യാത്രയും റീലൊക്കേഷനും ഉണ്ടാവും. മനസ്സിലായോ? കാരണം നമുക്ക് വേൾഡ് കാർഡ് അവിടെ കിട്ടിയിരിക്കണം. ഒരു യാത്ര റീലൊക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും പോവാത്തൊരു സ്ഥലമായിരിക്കാം, പോയിട്ട് പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കാം. അപ്പൊ ഒരു ധൈര്യക്കുറവ് അതുണ്ട്. ഓക്കെ, പരിചയമില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു യാത്ര വരികയായിരിക്കും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ബുദ്ധിമുട്ട്. ഓക്കെ, പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കണേന്ന് മനസ്സിലാക്കുക. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തെടുക്കാൻ പറയുമ്പോൾ എല്ലാ തരത്തിലും, ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെ നിങ്ങൾ കംഫർട്ടബിൾ ആണ്. ഓക്കെ, ആ ഒരു ഫിസിക്കൽ ലൊക്കേഷനിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞു. അപ്പൊ പെട്ടെന്നാണ് ഈ ഒരു ഷിഫ്റ്റ് വരുന്നത്, പെട്ടെന്നാണ് ഈ ഒരു പുതിയ നാട്ടിലേക്ക് വന്നു, പുതിയ രീതികള്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾ ചിന്തിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളിലേക്ക് തോന്നിപ്പിക്കുന്ന, നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കാണുന്നത്, വളരെ നല്ലൊരു സമയമാണ് കാണുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഒരു സ്വസ്ഥത, സമാധാനം നിറഞ്ഞൊരു സമയം, കൂടുതൽ വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു സമയം, അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, കാര്യമായൊരു വളർച്ചയാണ് കാണുന്നത്. അപ്പൊ അതിനെ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന എക്സ്ക്യൂസസ് കാരണം അതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, യൂണിവേഴ്സിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഗൈഡൻസ് തരാനുണ്ടോ എന്ന് നോക്കാം. യൂണിവേഴ്സിന് എന്തെങ്കിലും, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയണേ. ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ പറഞ്ഞു, ഐ ക്യാൻ ഡീൽ വിത്ത് വാട്ട് എവർ കംസ് മൈ വേ. അതാണ് ഈ ഒരു ഇതിന്റെ ടാഗ് ലൈൻ പോലെ കിടക്കുന്നത്. അതായത് ഈ ഒരു പുതിയ ഘട്ടം, പുതിയൊരു അവസരം, അതെങ്ങനെ തന്നെയാണെങ്കിലും അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, ഞാൻ അതിൽ സക്സസ്ഫുൾ ആയിരിക്കും. അതായിരിക്കണം നിങ്ങളുടെ മെന്റാലിറ്റി. കണ്ടോ, എത്രയൊക്കെ നിങ്ങൾക്ക് ഒരു പുതുമ ഉണ്ട്, നിങ്ങൾക്ക് ഒരു എന്താ പറയാ ചാലഞ്ചിങ് ആയി തോന്നിയാലും, നിങ്ങൾ എന്താ പറയാ തോൽവി സമ്മതിക്കാത്തോടത്തോളം നിങ്ങൾക്ക് തോൽവി ഉണ്ടാകില്ല. നിങ്ങൾ ജയിക്കും. ഞാൻ ഇതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകും. ശരിയാണ്, എൻ്റെ കംഫർട്ട് സോൺ പുറത്താണ്, പക്ഷെ അതൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ ഡെഫിനറ്റ്ലി ഇതിൽ മുന്നോട്ട് പോയിരിക്കും, ഈ ഒരു അവസരമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നുണ്ട്. നിങ്ങൾ തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല, ഒരു തടസ്സങ്ങളും വലുതായിരിക്കില്ല എന്നും കൂടെ കാണുന്നു. നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ ആവുമ്പോൾ നിങ്ങൾ ഓരോ എക്സ്ക്യൂസസ് കാണും. ചെറിയ തടസ്സങ്ങളെ പോലെ വലിയ തടസ്സങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അങ്ങനെ നിങ്ങളത് കൃത്യമായിട്ട് എന്ത് ചെയ്യില്ല, നിങ്ങളത് അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കില്ല. നിങ്ങൾക്ക് ആ അവസരം നഷ്ടമാകാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ പിന്നീട് ദുഃഖിക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് അത് എടുത്തു പറയുന്നത്. ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. വരുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലാണ് കാര്യം സംഭവിക്കുന്നത്. നമുക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് ചില സമയങ്ങളിൽ നമുക്ക് നല്ലതാണെന്ന് നമുക്ക് ആ മൊമെന്റിൽ മനസ്സിലാവില്ല.
അത് പക്ഷെ നമ്മൾ ആ ഒരു ഇതിലൂടെ കടന്നുപോയി. ആ വന്നതിനെ സ്വീകരിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് വളരെ നല്ലതായിരുന്നു, ഇത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതൊരു വലിയൊരു ഖേദമായേനെ എന്ന് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെയും സംഭവിക്കണേ. അപ്പൊ ഈ ഒരു പുതിയ അവസരം വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ മുന്നോട്ട് പോവുക. ഓക്കെ, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, അതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് ക്ലൂസ് ഉണ്ട്, ഇതെല്ലാം കൂടെ സ്ക്രീനിൽ കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കുറേ ക്ലൂസ് ഉണ്ട്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടം ഫോൾ സീസൺ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓട്ടം ഫോൾ സീസണിൽ വരുന്ന മാസങ്ങൾ, ഓക്കെ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ആണ് മെയിനായിട്ട് വരുന്നത്. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനനമാസമായിരിക്കാം, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്ടോബർ ജനുവരി ഫെബ്രുവരി ഏപ്രിൽ നിങ്ങളുടെ ജനനമാസമായിരിക്കാം. ഒക്ടോബർ വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏരീസ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങിൽ ഉണ്ടാകാം. പിന്നെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 5, 28, 29, 25, 27, 17, 4, 30, 13, 2, 26, 12 ഇതിലേത് വേണമെങ്കിലും ആകാം. പിന്നെ നമുക്ക് കുറച്ച് വീക്ക് ഡേയ്സ് കിട്ടിയിട്ടുണ്ട്, തേഴ്സ്ഡേ, സൺഡേ, സാറ്റർഡേ. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനിച്ച ദിവസമായിരിക്കാം നിങ്ങൾ. ഓക്കെ, പിന്നെ ആൽഫബറ്റ്സ് വന്നിട്ടുള്ളത് C, H, R, A, I, G അല്ലെങ്കിൽ Z, M. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ പുതിയൊരു ഫീച്ചർ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ സാധാരണ കമൻസ് എന്ന് കാണുന്നതിന് പകരം അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരും. ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, നിങ്ങൾ പൈസ നിറയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ്സ് കൊടുക്കാൻ പറ്റും ഓരോ വീഡിയോയ്ക്ക്. ഓക്കെ, അപ്പോൾ കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നതനുസരിച്ച് വീഡിയോസിന് റേറ്റിംഗ് കൂടും, അതിന് എന്താ പറയുക റാങ്കിങ് ഉണ്ട്, ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കൂടുതൽ വ്യൂവേഴ്സിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് അടക്കം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പറഞ്ഞ പോലെ ഈ വീഡിയോസ് അത് കൂടുതൽ സോൾ ഫാമിലി മെമ്പേഴ്സിലേക്ക്, നമ്മുടെ സീറ്റാറോ സോൾ ട്രൈബ് മെമ്പേഴ്സിലേക്ക് എത്താനായിട്ടും സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഞാൻ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് യൂണിവേഴ്സ് വീണ്ടും ഒരു അവസരം തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലാണ് യൂണിവേഴ്സ് വീണ്ടും ഒരു അവസരം നൽകുന്നത്? ഗ്രൂപ്പ് 3യുടെ
ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലാണ് യൂണിവേഴ്സ് വീണ്ടും ഒരു അവസരം നൽകുന്നത്? ഓക്കെ, ചാരിയറ്റ് കാർഡ്, ക്ലാരിഫൈ ദ ചാരിയറ്റ്. Clarify the High Priestess. Okay. Okay. ഈ സെക്കൻഡ് ചാൻസ് ക്ലിയർലി കിട്ടുന്നുണ്ട്. അതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. ഒരു സെക്കൻഡ് ചാൻസ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കും. അതായത് നിങ്ങളുടെ ഇടയിൽ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഹയർ ലെവൽ ഒരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നു. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം അണ്ടർലൈൻ എനർജി ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഞാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം വന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഞാനൊരു കാർഡും കൂടി എടുക്കട്ടെ കേട്ടോ, എനിക്കൊരു ക്ലാരിറ്റി കൃത്യമായിട്ട് വേണം. ഓക്കെ, എന്തായാലും ഒരു ചേഞ്ച് ഇൻ ദ സെൻസ് ഒരു ട്രാവൽ എനർജി ഇൻവോൾവ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഈ ട്രാവലിങ്ങിലൂടെ നിങ്ങളുടെ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ ട്രാവൽ എനർജിയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുൻപ് നിങ്ങൾ ട്രാവൽ ചെയ്ത് ഓവർസീസിലേക്ക് പോകാനോ എബ്രോഡ് പോയി സെറ്റിൽ ആകാനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ആ ഒരു അവസരമാണ് നിങ്ങൾക്ക് വീണ്ടും വരുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സെക്കൻഡ് ചാൻസ് ആണ്. കാരണം നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിരിക്കണം. സെക്കൻഡ് ചാൻസ്, നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് ഉണ്ടായിരുന്നു, നിങ്ങളത് ഉപയോഗിച്ചു എന്ന് കാണുന്നു. പക്ഷെ അതിൽ എന്താ പറയണ്ടേ, എന്തായാലും അത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എത്തിയ സ്ഥലത്ത് നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നുണ്ടാവില്ല, അപ്പോൾ നിങ്ങളായിട്ട് തിരിച്ചു പോകുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ വീണ്ടും ആ ഒരു ട്രാവൽ ആൻഡ് റീലൊക്കേഷന് വീണ്ടും അവസരം കിട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇത് കുറച്ച് സർപ്രൈസിങ് ആണ്. അതായത് സർപ്രൈസിങ് ഇൻ ദ സെൻസ് നിങ്ങൾക്കൊരു സർപ്രൈസ് യൂണിവേഴ്സ് ഇതിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ഉണ്ട്. പക്ഷെ ഇത് സെക്കൻഡ് ചാൻസ് ആണെന്ന് മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളതിന് എന്താ പറയണ്ടേ, ആ ഒരു അവസരം വരുമ്പോൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആകരുതെന്ന് പറയുന്നു. നിങ്ങളുടെ ആ ഇന്നർ ഗൈഡൻസിനെ ഫോളോ ചെയ്യാൻ പോകുക. അതിലൂടെ നിങ്ങളുടെ ആ ഒരു എന്തായാലും ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു എലമെന്റ് കാണുന്നുണ്ട്. ആ ഒരു ട്രാവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അനിവാര്യമാണെന്ന് കേൾക്കുന്നു. നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് മീറ്റ് ചെയ്യുന്നതിനും ആ ഒരു യൂണിയൻ സംഭവിക്കുന്നതിനും നിങ്ങളുടെ ഈ റീലൊക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും അവിടെ ഒരു അവസരം നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അത് ലഭിക്കില്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു ട്രാവൽ ആൻഡ് റീലൊക്കേഷന് അവസരം കാണുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് വന്ന കാർഡും ലാസ്റ്റും വേൾഡ് കാർഡാണ് കാണിക്കുന്നത്. ഇവിടെ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ആ സർപ്രൈസ് എലമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആ ഒരു നിങ്ങൾ എത്ര വായ കൊണ്ട് പറയുന്നുണ്ട് ഇത് കിട്ടും തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ചിന്തിച്ചാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഇല്ല നീ യാത്ര ചെയ്യും, അങ്ങനെ ഒരു തോന്നല് ഉള്ളിലുണ്ട്, ശക്തമാണ് ആ തോന്നല്. അത് സത്യമാണെന്ന് വിശ്വസിക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3 പെട്ടുള്ള കളക്റ്റീവിന് അവർക്ക് ഒരു ട്രാവൽ ആൻഡ് റീലൊക്കേഷൻ ആണ് വീണ്ടും ഒരു അവസരം കിട്ടുന്നത്. ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടെന്ന് കാണുന്നു, പക്ഷെ ഇതൊരു സെക്കൻഡ് ചാൻസ് ആണെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡീറ്റെയിൽസ് ആണ് യൂണിവേഴ്സിന് ഷെയർ ചെയ്യാനുള്ളത്? Clarify the Son of Cups. Clarify the Three of Pentacles. ഓക്കെ, എനിക്കത് ഓൾറെഡി വന്നതാണ്. കരിയർ ബേസ്ഡ് ആണ് കേട്ടോ. കരിയറിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓവർസീസ് എനർജി വരുന്നത്. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഡ്രീം ജോബ് എനർജി നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ജോലി എന്നൊരു എനർജിയാണ്, വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കുറച്ച് സർപ്രൈസ്ഡ് ആയിരിക്കും എന്ന് കാണുന്നു. കാരണം ഈ പറഞ്ഞ പോലെ അത് വരുന്ന രീതി, അത് നിങ്ങളിലേക്ക് എത്തുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും ഒന്ന് അത്ഭുതപ്പെടുത്താനായിട്ടൊരു സാധ്യത ഉണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം 39 എന്നാണ്. അപ്പോൾ നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം 39 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3 9 ആഡ് ചെയ്യുമ്പോൾ 12, അത് ചെറുതാക്കുമ്പോൾ 3 ആണ്. അപ്പോൾ ആ നമ്പർ 3ക്ക് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നു. ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു യാത്ര, റീലൊക്കേഷൻ, അത് കരിയറിലൂടെ അങ്ങനെ ഒരു യാത്ര, റീലൊക്കേഷൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തന്നെയാണ്, അതേ ലൈനിൽ തന്നെയാണ് കാര്യം നടക്കുന്നത്. പക്ഷെ അവിടെ ഒരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ട്. കുറച്ച് നിങ്ങൾ ശരിക്കും ഒന്ന് അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ഈ കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിൽ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെ വരുന്നത് നിങ്ങളുടെ ഈ കരിയറിലൂടെയാണ്. നിങ്ങളുടെ ഈ ഒരു ഷിഫ്റ്റ്, നിങ്ങൾ ഈ ഒരു ട്രാവൽ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് കാണുന്നു. ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും എന്നും കൂടി ഉണ്ട്. അത് നിങ്ങൾ അത്ഭുതപ്പെടുത്താലോ. അതായത് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നു, നിങ്ങളിങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു ട്രാവൽ, റീലൊക്കേഷൻ, അപ്പോൾ അവിടെ നിങ്ങളുടെ സ്റ്റേ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ എക്സാക്ട്ലി അതുപോലെ നടക്കുമ്പോഴും നമ്മൾ സർപ്രൈസ്ഡ് ആവും ഇല്ലേ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വള്ളി പുള്ളി വിടാതെ നടക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ സർപ്രൈസ് ചെയ്യും. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവസരം ഉണ്ടാകാം കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു ചാൻസും നമുക്ക് കാണാനുണ്ട്. ഒന്നിൽ കൂടുതൽ അവസരം ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഒരു പ്രോഗ്രസ്, ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ച് ആണ് കാണുന്നത്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു സോൾ ഫാമിലി മെമ്പർ വഴിയാണ് ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവസരങ്ങൾ, ഓപ്ഷൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഇത് പക്ഷേ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണെന്ന് കാണുന്നത്. അതായത് നിങ്ങൾ ഡെസ്റ്റിൻഡ് ആണ് ഇങ്ങനെ റീലൊക്കേറ്റ് ചെയ്യാനും കരിയറുമായി ബന്ധപ്പെട്ട് റീലൊക്കേറ്റ് ചെയ്യാനും വേറൊരു നാട്ടിലേക്ക് പോകാനും ഒക്കെ നിങ്ങൾ ഡെസ്റ്റിൻഡ് ആണ്. ഓക്കെ, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത് തന്നെയാണ്. അതൊരു യൂണിവേഴ്സിന്റെ വെൽ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് കുറച്ച് സമയം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്, കുറച്ച് ഡിലേ വന്നിട്ടുള്ളത്. ഓക്കെ, യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കണമെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല നമുക്ക് 3 ഓഫ് കപ്സ് എനർജി കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇനി മുൻപ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടെന്ന് കാണുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്ന ആരെങ്കിലും, ഓക്കെ, നിങ്ങളൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആരെങ്കിലും ത്രൂ ആയിരിക്കാം വീണ്ടും ഈ അവസരം വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പക്ഷെ ഇപ്രാവശ്യം വരുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നത്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. മുൻപ് പോയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോകുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടെ വളരെ സുഖമായിട്ടാണ് ജീവിക്കുക. ഓക്കെ, ഞാൻ റാൻഡംലി എടുത്ത കാർഡാണ് എംപറർ. അപ്പോൾ അതുപോലെ വളരെ സ്റ്റേബിൾ, സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു തരത്തിലും ടെൻഷൻ ഇല്ല, എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു സ്ട്രഗിൾ ഇല്ല, മുന്നേ നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾസ് ഒന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫ്. നമുക്ക് 4 ഓഫ് സ്വർഡ്സ് കിട്ടിയാണ്. വളരെ റിലാക്സ്ഡ് ആണ്, ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങളോട് പറയുന്നത് ടെൻസ്ഡ് ആകരുത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാകും, അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് എന്ന് വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ചെയ്തത് അതുമായിട്ട് അലൈൻഡ് ആയി നിൽക്കുന്ന ഓപ്പർച്യൂണിറ്റീനെ സ്വീകരിക്കുക. അപ്പം നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ ഏതുമായിട്ട് അലൈൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഏതിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്, കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫർ എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ച് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് സെക്കൻഡ് ചാൻസ് ആണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ, നിങ്ങൾ ഇത്രയും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തതിന്റെ ഫലമാണ് ഈ വരുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ അവസരം വരുമ്പോൾ ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾ അത് സ്വീകരിക്കുക. നിങ്ങൾക്കൊരു അനാവശ്യമായിട്ടൊരു ആശങ്കയൊക്കെ കാണുന്നുണ്ട്, പേടിയൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. യൂണിവേഴ്സിൽ എന്തെങ്കിലും
സ്പെസിഫിക് ആയിട്ടൊരു ഗൈഡൻസ് തരാനുണ്ടോ എന്ന് നോക്കാം. ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നല്ലൊരു അവസരമാണ് വരുന്നത്. അത് ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ വഴിയില്ല. നല്ലൊരു അവസരമാണ് വരുന്നത്. നിങ്ങളുടെ തീരുമാനം, നിങ്ങളത് തീരുമാനിക്കണം. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആരോടൊക്കെ ഷെയർ ചെയ്യണം, ആരോടൊക്കെ ഷെയർ ചെയ്യേണ്ട എന്നുള്ള കാര്യം. ഓക്കെ, മറ്റുള്ളവർ പറയാനായിട്ട് ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത് എന്ന് കാണുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് ഈ ഒരു ഇതിലൂടെ വരുന്നത്. നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് ഓൾറെഡി കിട്ടിയിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറയുന്നു. ഈ ഒരു ഫേസ്, ഈ ഒരു പുതിയ ഫേസ്, ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമാണ്. അതായത് നിങ്ങൾക്ക് മുൻപ് പോയപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സ്ട്രഗിൾ ഇല്ലാതെ വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടുള്ള ഒരു സമയം വിത്ത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതവും നിങ്ങൾ ആസ്വദിക്കണം. മുന്നത്തെ പോലെ എന്താ പറയാ ആയിരിക്കരുത്. ഓക്കെ, ജീവിതം നിങ്ങൾ അവിടെ ആസ്വദിക്കണം. നിങ്ങൾ മാക്സിമം നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. സെൽഫ് കെയർ വേണം. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ സന്തോഷത്തിന് സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുക, മുന്നോട്ട് പോകുക. അത് ഡിസിഷൻ നിങ്ങൾ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ആരോടൊക്കെ പറയണം, ആരോടൊക്കെ പറയണ്ട എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഡിസിഷനും ആ ഒരു കൺട്രോളും നിങ്ങൾക്ക് ആണ് ഉണ്ടാകേണ്ടത്. അനാവശ്യമായിട്ട് ടെൻഷന്റെ ആവശ്യമില്ല. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് കൃത്യസമയത്ത് തന്നെ നടക്കും. അതാണ് ഞാൻ പറയണേ, യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് എല്ലാം നടക്കുന്നത് ഈ ഒരു കാര്യത്തില്. അപ്പൊ അത് നിങ്ങൾക്ക് ഡിലേ തോന്നുന്നുണ്ടെങ്കിലും സംഭവം കൃത്യസമയത്ത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3ക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ ക്ലൂസിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം ആൽഫബറ്റ്സ് വന്നിരിക്കുന്നതാണ്. നോക്കൂ, യെസ്, ഇറ്റ്സ് എ യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിൽ എന്താണോ വിചാരിച്ചത്, ഇന്നതാണോ ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്, ഇറ്റ്സ് എ യെസ്. അപ്പൊ എനിക്ക് ആ സൺ എനർജിയാണ് കിട്ടുന്നത്. ഇറ്റ്സ് എ ബിഗ് യെസ് കൈൻഡ് ഓഫ് എനർജി. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് ഇനി സംഭവിക്കുമോ എന്നൊരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു ഡൗട്ടോ നിങ്ങളുടെ ഉള്ളിൽ ഇനി പാടില്ല. ഓക്കെ, അതെന്തായാലും സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ റീലൊക്കേഷൻ നിങ്ങൾക്ക് വീണ്ടും അവസരം വരും. അതും കരിയർ ത്രൂ തന്നെ അവസരം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ എങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ലീഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അവസരവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് അത് ഉറപ്പിച്ചിരിക്കാനാണ് പറയണത് കേട്ടോ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ബാക്കി ക്ലൂസ് സമ്മർ സീസൺ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സമ്മർ സീസണിൽ വരുന്ന മാസങ്ങൾ, ഓക്കെ, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്. നമുക്ക് ഏപ്രിൽ, മെയ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനനമാസമായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ജൂലൈ, ഡിസംബർ, ജാനുവരി നിങ്ങളുടെ ജനനമാസമായിരിക്കാം. വെനസ്ഡേ നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം. 15, 13 ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനന തീയതി ആയിരിക്കാം. പിന്നെ സ്കോർപ്പിയോ പ്ലേസ്മെന്റ്, നിങ്ങൾക്ക് സൺ മൂൺ റൈസിംഗിൽ സ്കോർപ്പിയോ പ്ലേസ്മെന്റ് ഉണ്ടാകാം. പിന്നെ ഈ YES ഇതിലേതെങ്കിലും ഒരു ലെറ്റർ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യലായിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. ഓക്കെ, ഇതൊരു ജോലിയുടെ അവസരമൊക്കെ ആയിട്ട് പറയുന്ന കാരണം ഇപ്പൊ ഈ ജൂലൈ തൊട്ട്, അതായത് നമ്മളിപ്പോൾ ജൂലൈയിലാണ് ഈ റീഡിങ് ചെയ്യുന്നത്, തൊട്ട് ഡിസംബർ, ജാനുവരി, അടുത്ത മെയ് ഉള്ളിൽ ഈ ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു സമ്മർ സീസണിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ സമ്മർ സീസണിൽ നിങ്ങൾ അടുത്ത സമ്മർ സീസൺ ചിലപ്പോൾ നിങ്ങൾ ഈ റീലൊക്കേറ്റ് ചെയ്യുന്ന കൺട്രിയിലായിരിക്കും നിങ്ങൾക്ക് ആയിരിക്കുക. മനസ്സിലായോ? ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.